ഒക്ടോബർ 30-നാണ് തിരുവനന്തപുരം കല്ലിയൂരിൽ നിന്ന് മനസാക്ഷി മരവിക്കുന്ന ക്രൂരതയുടെ വിവരം പുറത്തറിഞ്ഞത്. മുൻ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥൻ സ്വന്തം അമ്മയെ കഴുത്തറുത്തു കൊന്നു. മദ്യലഹരിയിൽ നടന്ന ക്രൂര കൊലപാതകം. മരണമുറപ്പിക്കാനായി ഇരു കൈകളിലെയും കാലുകളിലെയും ഞരമ്പുകളും മുറിച്ചു. കയ്യിൽ അവശേഷിച്ച മദ്യമൊഴിച്ച് അമ്മയെ കത്തിച്ചു കളയാനുള്ള ശ്രമവും മകൻ നടത്തി. നിലവിളി ശബ്ദം കേട്ട് നാട്ടുകാർ എത്തുമ്പോൾ വീടിന്റെ ഗേറ്റ് അകത്തുനിന്നും പൂട്ടിയ നിലയിലായിരുന്നു. ക്രൂരതയുടെ ആ രാത്രിയിലേക്ക് ഒരിക്കൽ കൂടി. എൻ്റെ പിന്നിലായി കാണുന്ന ഈ വീടിന് മുറ്റത്തേക്ക് ആ അമ്മ ഇറങ്ങി ഓടുമ്പോഴേക്കും മകനും പിന്നാലെ ഉണ്ടായിരുന്നു. കിണറിൻ്റെ മതിലിനോട് ചേർത്ത് നിർത്തി അമ്മയുടെ കഴുത്തിലെയും കൈകളിലെയും കാലുകളിലെയും ഞരമ്പ് അജയ്കുമാർ മുറിച്ചു. പതിനൊന്നര ആ സമയത്താണ്. അപ്പം ഇങ്ങനെ ആ അമ്മയുടെ കരച്ചിൽ ഒച്ചത്തിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു സംഭവമാണെന്നുള്ള ആരും പ്രതീക്ഷിക്കുന്നില്ല. സാധാരണ ഇടയ്ക്ക് അവിടെ ഇങ്ങനെ പുള്ളിക്കാരെ മദ്യപിച്ചിട്ട് വന്നിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ റോഡിൽ കൂടെ ആൾക്കാരിങ്ങനെ ഓടിക്കൊണ്ട് വരുന്നുണ്ട്. ഒന്നും ചെയ്യല്ലേ, കുത്തല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാർ ഓടിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഇയാളെന്തോ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആർക്കും അകത്ത് കയറാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. രക്തം വാർന്ന് തറയിൽ കിടന്ന് നിലവിളിച്ച ആ അമ്മയുടെ ദേഹത്തേക്ക് കയ്യിൽ അവശേഷിച്ച മദ്യമൊഴിച്ച് കത്തിക്കാനുള്ള ശ്രമവും മകൻ നടത്തി. അമ്മയുടെ നിലവിളി ശബ്ദം കേട്ട് ഓടിക്കൂടിയെത്തിയ നാട്ടുകാർക്ക് നേരെ മദ്യക്കുപ്പി അജയ്കുമാർ വലിച്ചെറിഞ്ഞു. നമ്മൾ വന്ന സമയത്ത് ഇയാൾ അങ്ങ് നടക്കുകയായിരുന്നു ആദ്യം. എന്നിട്ട് ഈ മദ്യം ഇത് ദേഹത്തോട് ഒഴിക്കുകയായിരുന്നു. അങ്ങനെയാണ് കണ്ടത്. പ്രത്യേക ഒരു ചേട്ടൻ ഇറങ്ങി ഇയാളെ പിടിച്ച് അങ്ങനെ പ്രത്യേക പോലീസ് വന്നു. പുള്ളിയുടെ കയ്യിൽ കത്തിയും പിന്നെ ഗേറ്റും അകത്തു നിന്നൊക്കെ ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ പോലീസ് വന്നാണ് ഗേറ്റ് തല്ലി തുറന്നിട്ട് അകത്ത് കയറി. അപ്പോഴും നാട്ടുകാരും കയറി. പുള്ളിക്കാരൻ അതിനകത്ത് തന്നെ ഉണ്ട്, ചെയ്തിട്ട് ഒരിടം പോയിട്ടൊന്നുമില്ലായിരുന്നു. വീടിന് അവിടെ മുറ്റത്തിന് വീടിനകത്ത് പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. നാട്ടുകാരുടെ രക്ഷാപ്രവർത്തനം ഉണ്ടാകും മുൻപ് തന്നെ ആ 79-കാരിയായ അമ്മ പിടഞ്ഞു വീണ് മരിച്ചു. നേമം പോലീസ് സ്ഥലത്തെത്തി അജയ്കുമാറിനെ കസ്റ്റഡിയിലെടുത്തു. സ്ഥിരം മദ്യപാനിയായ അജയ്കുമാറും അമ്മയും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു. 5 തവണ ഡി അഡിക്ഷൻ സെൻ്ററിൽ ചികിത്സ തേടിയ ആളാണ് കൊലപാതകിയായ അജയ്കുമാർ. അമ്മയെ കൊന്നു എന്ന കുറ്റസമ്മതം നടത്തിയ അജയ്കുമാറിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കല്ലിയൂരിൽ നിന്നും നെല്ലേമുരുകനൊപ്പം അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.